നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രോജക്ട് അപ്രൈസൽ ഡിവിഷനിലെ ഈ പോസ്റ്റിലേക്ക് 6 മാസത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. നമുക്കതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ആദ്യം തന്നെ ഒഴിവുകളും യോഗ്യതകളും നോക്കാം. പോസ്റ്റ് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, 2 ഒഴിവുകളാണുള്ളത്. ശമ്പളം പറഞ്ഞിരിക്കുന്നത് പ്രതിമാസം 25,000. പ്രായപരിധി 2025 മെയ് 1 30 വയസ്സിൽ കൂടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് നോക്കാം. ക്ലറിക്കൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് റോളുകളിൽ കുറഞ്ഞത് 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. സർക്കാർ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സംബന്ധമായ സ്ഥാപനങ്ങളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്, മുൻഗണന ഉണ്ടായിരിക്കും. അതേപോലെ MS ഓഫീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. നെക്സ്റ്റ് MS ഓഫീസ്, അതായത് വേർഡ്, എക്സൽ, പവർ പോയിന്റിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡോക്യുമെന്റ് കൈകാര്യം ചെയ്യൽ, ഫയലിംഗ് സിസ്റ്റങ്ങൾ, ഡാറ്റ എൻട്രി എന്നിവയിൽ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പിംഗിൽ നല്ല സ്പീഡും ആക്യുറസിയും ഉണ്ടായിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 2 വൈകുന്നേരം 5 മണി വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അപേക്ഷകൻ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. ജനറൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അപേക്ഷ കൃത്യവും പൂർണ്ണവുമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് ആയതോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയതോ ആയ അപേക്ഷകൾ ഒരു കാരണവശാലും സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളതായിരിക്കണം. യോഗ്യതയ്ക്ക് തുല്യമായ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും സമർപ്പിക്കുക. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അപേക്ഷ പരിഗണിക്കില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ. അല്ലാതെ നിങ്ങളുടെ മാർക്ക് ഷീറ്റുകൾ, കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്താൽ അത് സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക, നിങ്ങളുടെ ഒരു CV നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ IDയും മൊബൈൽ നമ്പറും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ എക്സാമിന്റെയും അതേപോലെ ഇന്റർവ്യൂവിന്റെയും ഒക്കെ അറിയിപ്പുകൾ വരുന്നത് ഈ ഇമെയിൽ ID വഴിയായിരിക്കും. അതേപോലെ എക്സ്പീരിയൻസ് തെളിയിക്കാനായിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്ററുകൾ, ശമ്പള സർട്ടിഫിക്കറ്റുകൾ, പേ സ്ലിപ്പുകൾ ഇതൊന്നും സ്വീകരിക്കില്ല. മറിച്ച് നിങ്ങളുടെ എംപ്ലോയറുടെ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയർ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് ഡെസിഗ്നേഷൻ ആണെന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ഡ്യൂറേഷൻ അതിനകത്തുണ്ടായിരിക്കണം. അതേപോലെ ജോലിയുടെ സ്വഭാവം എന്നിവ വ്യക്തമാക്കുന്ന ഒരു അഫിഡവിറ്റ് അപ്ലോഡ് ചെയ്യുക. കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ലാത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും പരിഗണിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയാണ്. സെലക്ഷൻ പ്രോസസ്സിൽ ഒന്നോ അതിലധികമോ രീതികൾ ഉൾപ്പെട്ടേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അപേക്ഷാ സ്ക്രീനിങ് ഉണ്ട്, ആപ്ലിക്കേഷൻ സ്ക്രീനിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ സമർപ്പിച്ച അപേക്ഷകളുടെ ഒരു പരിശോധന. നെക്സ്റ്റ് ക്രിറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ്, അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ടെസ്റ്റ്, നിങ്ങളുടെ നോളജ് ഒക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ, നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും ടീം വർക്ക് കഴിവുകളും വിലയിരുത്തുന്നതിനായിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവും. ജോലിയുമായി ബന്ധപ്പെട്ട പ്രായോഗികമായിട്ടുള്ള കഴിവുകൾ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും അത്. ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത് ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട അപേക്ഷകർക്ക് മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ലഭിക്കുകയുള്ളൂ. അറിയിപ്പുകൾ ഇമെയിൽ അല്ലെങ്കിൽ SMS അല്ലെങ്കിൽ ഫോൺ കോൾ വഴി അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് നിയമനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച അവസരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യോഗ്യതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിഗ്രിയും 2 വർഷത്തെ ക്ലറിക്കൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവൃത്തി പരിചയവും MS ഓഫീസ് നോളജും നിർബന്ധമാണ്. അതുപോലെ തന്നെ അപേക്ഷ ശ്രദ്ധയോടെ പൂരിപ്പിക്കുക. തെറ്റായ വിവരങ്ങളോ അപൂർണമായ അപേക്ഷകളോ സമർപ്പിക്കുന്നത് അയോഗ്യതയ്ക്ക് കാരണമാകാം. അതുകൊണ്ട് തന്നെ എല്ലാ രേഖകളും ശരിയാണെന്ന് ഉറപ്പാക്കുക. ജൂൺ 2 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഈ വഴികളിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സെലക്ഷൻ പ്രോസസ്സിൽ റിട്ടേൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവ ഉൾപ്പെടാം.
അപ്പോൾ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പാലിച്ച് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.